ഹായ് ഓൾ, വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. ഹാപ്പി ന്യൂ ഇയർ ടു എവരി വൺ. ഏകദേശം ഒരു വർഷത്തോളമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഫോക്കസ് ചെയ്തതുകൊണ്ട് ഇതൊന്ന് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ 2024 ആയിട്ട് എല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഈ വർഷം, അതായത് 2023 ഒരു 4 കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു എന്താ പറയുക, ഗോൾസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോ ഹാബിറ്റ്സ് ആയിരുന്നു. ഈ വരുന്ന 2024ലും ആ ഹാബിറ്റ്സ് എന്തായാലും ഞാൻ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു ഡെയിലി പ്ലാനറാണ്. അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ, അതായത് നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല. അന്നത്തെ ദിവസം നമുക്ക് എന്താണോ ചെയ്യേണ്ടത്, നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഞാൻ കുക്കിംഗ്, ക്ലീനിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങളല്ലാതെ ഒരു ബുക്കിൽ എഴുതി വയ്ക്കും. അപ്പോൾ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് എൻ്റെ ലാസ്റ്റ് ഇയറിലത്തെ ബുക്കാണ്. ഈ വർഷം ഒരു പ്ലാനർ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒരുപാട് ഇതുപോലത്തെ പ്ലാനേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനതെല്ലാം നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ ക്രൈറ്റീരിയാസും ഉള്ളൊരു പ്ലാനർ കിട്ടിയില്ല. അപ്പം ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ആൾ ഉണ്ടാക്കിയത്, പ്രിൻ്റ് ചെയ്ത് സ്പൈറൽ ബൈൻഡിങ് ചെയ്തതാണ്. അപ്പം ഇതിൽ ഒരു ജനുവരിയിലത്തെ മാത്രമാണിത്. അപ്പം എല്ലാ ഡേയ്സിൻ്റെയും നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ജേർണൽ ചെയ്യാൻ താല്പര്യമുള്ളത് അതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബുക്സിന് താല്പര്യമില്ലെങ്കിൽ നമ്മുടെ ഫോണിലും ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടു ഡു ലിസ്റ്റ് അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും. അത് മോസ്റ്റ്ലി പേ ആയിരിക്കും, അല്ലാതെ നമുക്ക് കുറച്ച് നാൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു, എനിക്കതറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ അതുപോലെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഇതുപോലെ നമുക്ക് ഹെഡിങ്ങൊക്കെ കൊടുത്ത് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ, അതായത് നമുക്കൊരു ചെക്ക് ബോക്സ് പോലെ ആക്കി നമുക്കതും ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നത്. ഒരു ദിവസം നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യം എപ്പോഴും ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് നല്ല ഫുഡൊക്കെ വെച്ച് ഒരു കൊറിയൻ ഡ്രാമാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാണാനുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അത് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടാറുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യം നമ്മളൊരു ദിവസം എങ്ങനെയായാലും നമുക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളത് ഞാൻ വരുത്തിയിട്ടുള്ളൊരു മാറ്റമാണ് എൻ്റെ ലൈഫ് സ്റ്റൈലിലുള്ളത്. പിന്നെ നെക്സ്റ്റ്, അടുത്തതായിട്ട് ഞാൻ നോക്കാറുള്ളൊരു കാര്യമാണ് എപ്പോഴും എൻ്റെ വർക്ക് സ്പേസ് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാറുള്ളത്. ഇപ്പം നമ്മൾ എപ്പോഴും ഒരുപോലെ നമുക്ക് പോകാൻ പറ്റില്ല. ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എല്ലായ്പ്പോഴും നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ എല്ലാ സാധനങ്ങളൊന്നും ഞാൻ റീഅറേഞ്ച് ചെയ്യും, എല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കും. എന്നിട്ട് ഞാൻ പറയും ഓക്കെ, ഒരു ഫ്രഷ് സ്റ്റാർട്ടാന്ന് പറയും. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള നമ്മുടെ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിന് ഒരു പോസിറ്റിവിറ്റി വരുത്താനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്കും കാര്യങ്ങളും എല്ലാതും ക്ലീനാക്കി വെച്ചാൽ പിറ്റേ ദിവസം നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നമുക്ക് കിട്ടും. അപ്പോൾ ഈ ന്യൂ ഇയർ ആയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടെ ഒരു വർക്ക് സ്പേസ് സെറ്റ് ചെയ്തു. അപ്പം ആ നോട്ടീസ് ബോർഡ് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നോട്ടീസ് ബോർഡാണ്. ഒരു പഴയ പെട്ടിയുടെ ചട്ടയിൽ കുറച്ച് ഡെക്കറേഷൻസും പേപ്പേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്റ്റിക്കി നോട്ട്സിൽ എഴുതി അതിൽ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകാണ്ടിരിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ പൂവ് എന്ന് പറയുന്നത് ഒരു കല്യാണത്തിന് പോയപ്പോൾ വേസ്റ്റായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. സ്റ്റേജ് ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞപ്പോൾ അതൊക്കെ ബാക്കിയായി അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തിട്ട് വന്ന് ഒരു ഈർക്കിലൊക്കെ കുത്തി നല്ലൊരു ഫ്ലവർ വേസൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചു. ഈ ഒരു സംഭവം പുറത്തൊരു വേസ്റ്റായിട്ട് കിടക്കുന്നതാണ്. ഒരു കമ്പിയൊക്കെ ചുറ്റി വരുന്ന കൺസ്ട്രക്ഷനിലൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു വേസ്റ്റാണിത്. അപ്പോൾ ഞാനതെടുത്ത് കൊണ്ടുവന്നു. അപ്പം അത് നമ്മുടെ ഒരു ചട്ടി വയ്ക്കാനാണ്. അപ്പോൾ നമുക്കൊരു ചെടി വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് കുറച്ചും കൂടി ഹൈറ്റൊക്കെ കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു ലക്കി ബാമ്പു കയറ്റിയിട്ട് അതിൻ്റെ സൈഡിൽ വെക്കുകയാണ്. പിന്നെ നേരത്തെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയ ഒരു സ്റ്റാൻഡ് ഈ ഒരു സ്പേസിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിനോടൊപ്പം ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യം കൂടി പറയാം, റിവാർഡ് യുവർ സെൽഫ് എന്നുള്ളത്. അതായത് നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും, ഇപ്പോൾ നമുക്കൊരു സാലറി കിട്ടി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ
പേടിച്ചിരുന്നൊരു കാര്യം നമ്മൾ നല്ല രീതിയിൽ ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വേണ്ടി വാങ്ങണമെന്ന് മാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങുക, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് വാങ്ങുക. അങ്ങനെ വേറൊരാളും നമ്മളെ അഭിനന്ദിക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കണ്ടല്ലോ. നമ്മൾ തന്നെ അഭിനന്ദിച്ച് നമുക്ക് തന്നെ ഗിഫ്റ്റും പ്രൈസസും വാങ്ങി കൊടുക്കുക. അത് ഞാൻ ഈ 2023 എപ്പോഴും പ്രാക്ടീസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് തന്നെ നമ്മളോടൊരു ഇഷ്ടം തോന്നും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.